ഏതെങ്കിലും കിതാബുകളിൽ വായിച്ചിട്ടുള്ള അറിവല്ല. ഇത് അനുഭവമാണ്. അത് അനുഭവിച്ച ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലും ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ആ മഹത്തായ പുണ്യഭൂമിയിലൂടെ കടന്നു ചെല്ലാൻ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയ പരിശുദ്ധമായ ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഒന്ന് നടന്നു പോകാൻ അല്ലാഹുവേ, ഹറാമുകൾ ചെയ്ത ഈ കാലുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തേ കെടുത്താത്ത നൂറന്നിൽ തരുമോ? മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ. മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ? ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ? എന്റെ ഹൃദയത്തിനിരുളങ്ങുമാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ, അതൊരു അനുഭവമാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന മഹത്തായ ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷവും മഹത്തായ ഒരു സുഗന്ധമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു സംഘം ഉംറയുടെ ആളുകൾ അവിടെ ചെന്നു. അങ്ങനെ ആ മല കയറിയിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന പാറക്കെട്ടിന്റെ അരികിലേക്ക് അവരെത്തുകയാണ്. അവരെത്തിയ നേരത്ത് ഓരോരുത്തരായി ആ പാറക്കെട്ടിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നു. ഹബീബായ തങ്ങൾ വിശ്രമിച്ച സ്ഥലമാണത്. അവിടെ ചെന്ന് തങ്ങളുടെ മുഖം ചേർത്ത് വെക്കുമ്പോ ആ മനോഹരമായ സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രായമായ ഒരു ഉമ്മ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ആ ഉമ്മ പറയുകയാണ്, ഈ മനോഹരമായ സുഗന്ധം ഒരുപാട് രാത്രികളിൽ ഞാൻ കിടന്നുറങ്ങുന്ന മുറിയിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി ഈ ദുനിയാവിൽ ഭൂമിക്കൊരു ഭാരമായി നമ്മൾ ജീവിക്കുന്നു. എത്ര പാട്ടുപാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. എത്ര പാട്ടുപാടിയിട്ടും എത്ര രാവു തേടിയിട്ടും മുത്ത് നബി പൂമുഖം ഞാൻ കണ്ടതേയില്ല. എത്ര നാളു ജീവിച്ചിട്ടും എത്ര നാട് പോയെന്നാലും മുത്ത് നബി പൂമദീനയിൽ ചെന്നതേയില്ല.